നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഭീകരർ ജാഗ്രത പാലിക്കുക. ഇന്ത്യയുടെ അതിർത്തികളിൽ ഇപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷനാണ്. സൈനികർക്ക് ഒരു കൂട്ട്, നമുക്ക് ഒരു മുതൽക്കൂട്ട്. അതിർത്തി കാക്കാൻ ഇനി റോബോട്ടിക് പട്ടാളവും ഉണ്ടാകും. സൈനികരുടെ പോരാട്ട വീര്യത്തിനൊപ്പം പുതിയ AI കാവൽഭടന്മാരുടെ നിതാന്ത ജാഗ്രത കൂടിയാകുമ്പോൾ നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാവുകയാണ്. സദാസമയവും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നുണ്ടിവർ. പുതിയ ഭടന്മാരുടെ കണ്ണു വെട്ടിച്ച് അതിർത്തി കടക്കുക ഇനി അത്ര എളുപ്പമാവില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രീകൃത ഉൽപ്പന്നങ്ങളാണ് പ്രതിരോധ വകുപ്പിന്റെ അതിർത്തി കാക്കാനായി തയ്യാറാക്കിയിരിക്കുന്നത്. മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെന്റ് അഥവാ റോബോട്ടിക് മ്യൂൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യൻ ആർമിയുടെ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനത്തിലുള്ളത്. 95 ഡിഗ്രി വരെ കാഴ്ച ലഭിക്കുന്ന ക്യാമറകളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാത്രിയിൽ പോലും അകലെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ക്യാമറയിൽ പതിയും. മനുഷ്യരുടെ മുഖമടക്കം വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. ആരെങ്കിലും നുഴഞ്ഞു കയറുന്നതായി കണ്ടാൽ ഉടൻ തന്നെ അലാറം പുറപ്പെടുവിക്കും. ആ സമയത്തെ ഫോട്ടോ, എടുത്ത സമയം എന്നിവയടക്കം രേഖപ്പെടുത്തി വയ്ക്കും. വ്യക്തിയുടെ മുഖം പതിഞ്ഞാൽ അത് ഡേറ്റാബേസിലുള്ള ഫോട്ടോയുമായി ഒത്തുനോക്കും. നുഴഞ്ഞുകയറ്റക്കാർ നിശ്ചിത പരിധിയിലെത്തിയാൽ പ്രത്യേക കമാൻഡുകൾ കൂടാതെ തന്നെ സ്വയം വെടിയുതിർക്കാനും ഇതിന് സാധിക്കും. ഓരോ റോബോട്ടിനും അതിർത്തിയിൽ നിരീക്ഷണത്തിനായി നിശ്ചിത ഭാഗം നൽകിയിട്ടുണ്ട്. ഒറ്റ ചാർജിൽ 4 മണിക്കൂർ നേരം പ്രവർത്തിക്കാം. സദാസമയവും ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോയി തിരിച്ചു വരും. ബാറ്ററിയുടെ ശക്തി കുറഞ്ഞാൽ അത് സ്വയം ചാർജിംഗ് സ്റ്റേഷനിലെത്തി ഫുൾ ചാർജ് ആകും. മനുഷ്യരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തോടെയോ ഓട്ടോമാറ്റിക്കായോ ഇവയെ പ്രവർത്തിപ്പിക്കാം. ഏത് പ്രതികൂല കാലാവസ്ഥയിലും റോബോട്ട് സൈനികർക്ക് പ്രവർത്തിക്കാൻ കഴിയും. കൂറ്റൻ മലനിരകൾ പുല്ലുപോലെ കയറിയിറങ്ങും. 15 കിലോഗ്രാം വരെ ഭാരം വഹിച്ച് അനായാസമായി നീങ്ങാം. വെള്ളത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയും. മനുഷ്യജീവൻ അപകടത്തിലാക്കാതെ നിർണായക സാഹചര്യങ്ങളിൽ സൈനികർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും. അതിശക്തമായ നിരീക്ഷണ സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ അതിർത്തികളിലുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പഴുതടച്ച സംവിധാനം കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ വികസനത്തിനായി നൂതന സാങ്കേതിക വിദ്യകളെ സമസ്ത മേഖലകളിലും ഉപയോഗപ്പെടുത്താനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണം കൂടിയാണ് റോബോട്ടിക് മ്യൂളുകൾ.